അടുത്തായിട്ടുള്ളത് പാച്ച് ടൂളാണ്. മുമ്പ് പറഞ്ഞ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും, അതായത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെയും താഴെയായിട്ട് തന്നെയാണ് പാച്ച് ടൂൾ വരുന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പാച്ച് ടൂളിന് ആവശ്യമായ ഒരു ഇമേജ് എടുക്കാം. ഇമേജ് എടുത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഫോട്ടോഷോപ്പിൽ ഇടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ടിക്ക് അല്ലെങ്കിൽ എൻ്റർ അടിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് ഫോട്ടോഷോപ്പിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാച്ച് ടൂൾ എന്താണെന്ന് നോക്കാം. പാച്ച് ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണാൻ പറ്റും, അതായത് ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ തന്നെ ആ ഒരു സെലക്ഷൻ, അതായത് ആ ഒരു സെലക്ഷനിൽ ആഡ് ആക്കാൻ അതേപോലെ സബ്ട്രാക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിൽ പാച്ച് ടൂളുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ്, അതായത് സോഴ്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആയിട്ടാണ് പാച്ച് ടൂളുള്ളത്. ആദ്യം നമുക്ക് സോഴ്സ് എന്താണെന്ന് നോക്കാം. സോഴ്സിനെ എവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു ഇമേജ്, അതായത് ഈ ഒരു ഇമേജിൽ ഞാൻ ഇതൊന്ന് മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇതൊന്ന് മാത്രമായിട്ട് ഞാൻ സെലക്ട് ആക്കി. ഇനി എന്തെങ്കിലും ആഡ് ആക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കുറച്ചും കൂടി ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ഇത്ര ഭാഗം ഞാൻ ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു ഇമേജിന് മുകളിലായിട്ട് കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കണ്ടായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് റാസ്റ്ററൈസ് ആവുന്നതാണ് പറയുന്നുള്ളത്. അപ്പോൾ ഓക്കെ കൊടുക്കാം. അതിനുശേഷം ആ ഒരു സെലക്ട് ആക്കി ആ ഒരു ഭാഗം മാത്രം മൂവ് ആക്കി ഞാൻ കുറച്ചിപ്പുറമുള്ള ഭാഗത്ത്, അതായത് ആ ഒരു ഭാഗത്തിന് മാച്ച് ആയിട്ടുള്ള ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ആ സെലക്ഷൻ ഒന്ന് പോയിക്കുന്നത് കൺട്രോൾ ഡി അടിച്ച് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ആയി പോയത്. അതായത് ആ ഒരു ഭാഗം പോവാണ്ട് ആ ഒരു ഇമേജ് മാത്രം, ബാക്ക്ഗ്രൗണ്ട് പോവാണ്ട് ആ ഒരു ഇമേജ് മാത്രമായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, എന്നൊന്നും കൂടി നോക്കാം. അതേപോലെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് സെലക്ട് ആക്കുന്നുണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ ആ ഒരു ഇമേജ് എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് മാച്ച് ആവുന്നത് ആ ഒരു ഭാഗത്തായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സെലക്ഷനും കൂടി പോയിക്കുന്നുണ്ട് കൺട്രോൾ ഡി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് ആ ഒരു ഇമേജ് പോയിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇമേജ് പോയി, ആ ബാക്ക്ഗ്രൗണ്ട് മാത്രമുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടൂളാണ് പാച്ച് ടൂൾ. പാച്ച് ടൂൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, സോഴ്സ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നോക്കാം. അങ്ങനെയൊക്കെ ആ ഒരു ഇമേജ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. കൺട്രോൾ അടിച്ച് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഇമേജ് ഞാനൊന്ന് സെലക്ട് ആക്കുന്നുണ്ട്. ഒരു ഇമേജ് മാത്രമായിട്ട് സെലക്ട് ആക്കുന്നുണ്ട്. അതേപോലെ സ്മാർട്ട് ഒബ്ജക്റ്റ് ഒന്ന് റാസ്റ്റർ ചെയ്താക്കുന്നുണ്ട്. ഒരു ഇമേജ് ഞാൻ ഇവിടെ ഉണ്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കൺട്രോൾ ഡി അടിക്കുന്നുണ്ട്. ഇത് ഞാൻ കാണാൻ പറ്റും അതേ ഒരു ഇമേജ് തന്നെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ആ ഒരു ഇമേജ് മാത്രമായിട്ട്, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് കറക്റ്റ് ആവുന്നുള്ളത്. കറക്റ്റ് ആ ഒരു ഇമേജ് കോപ്പി ആയി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു ഇമേജ് മാത്രമായിട്ട് നിങ്ങൾക്ക് കോപ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ഇമേജും കൂടി ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് മാത്രമായിട്ട് കോപ്പി ആയിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ കോപ്പി എടുക്കാനായിട്ട് ഇതായിരിക്കുന്ന, അതായത് കോപ്പി എടുക്കാമെന്ന് വെച്ചാൽ കൺട്രോൾ സി കൺട്രോൾ വി അല്ല, പാച്ച് ടൂൾ വെച്ച് ഡെസ്റ്റിനേഷൻ, അതായത് പാച്ച് ടൂളിൽ ഡെസ്റ്റിനേഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് സെലക്ട് ആക്കി മൂവ് ആക്കി കോപ്പി ആക്കി വെക്കുന്നതിനെയാണ് പറയുന്നത്. ഏത് ഭാഗത്താണോ കൊണ്ടുവയ്ക്കുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഇമേജ് നിൽക്കുന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക്
ആ ഒരു കുറേ, അതായത് ഇതിലിപ്പോൾ നിറയെ കാണുന്നുണ്ടല്ലോ, അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ സോസ് എടുത്തതിന് ശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് മൂവാക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രയാണോ വേണ്ടാത്തത് അത്ര ഭാഗം നിങ്ങൾക്ക് അതേപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാനിതും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാനിവിടെ വെക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കായിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും, പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് പാരസെറ്റമോൾ എന്ന് പറയുന്നത്.